കേരളത്തിൽ പെൻഷൻ ഉറപ്പിച്ചു. ഇനി മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രവാസ ലോകത്ത്. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് ജോലി രാജിവെച്ച് വിദേശത്തേക്ക് പോയത്. മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ നിന്നും വച്ചിട്ടുള്ള ഏക സ്റ്റാഫാണ് നാട് വിട്ട് വിദേശത്തെത്തിയിരിക്കുന്നത്. പെൻഷൻ ലഭിക്കാനായി മാത്രം ഇത്തരം വ്യക്തികൾ സ്റ്റാഫായി വരുന്നത് ധാർമ്മികമാണോ? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ 2 വർഷം പൂർത്തിയാക്കിയതിനാൽ പെൻഷന് അർഹതയുണ്ടെങ്കിലും വിദേശത്തേക്ക് കുടിയേറുന്നവർ അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ നികുതിദായകരുടെ നികുതിയിൽ നിന്നും പെൻഷൻ വാങ്ങുന്നത് ഉചിതമല്ല. വിദേശത്തേക്ക് പോകുന്നുവെന്ന് പരസ്യമായി പോസ്റ്റിട്ട ശേഷവും മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എന്ന് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് നൽകിയിരിക്കുന്നത് മോശമല്ലേ? അതോ ഇനി വിദേശത്തിരുന്ന് തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാമെന്ന് കരുതിയാണോ? കേരളത്തിൽ PSC പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചുപോയാൽ ഫാമിലി പെൻഷൻ കിട്ടാൻ പോലും മിനിമം 10 വർഷം സർവീസ് വേണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒന്ന് VRS എടുക്കണമെങ്കിൽ മിനിമം 20 വർഷം സർവീസ് കഴിയണം. ഇതിനെല്ലാം ഉപരി സർക്കാർ ഉദ്യോഗസ്ഥന് ഫുൾ പെൻഷൻ കിട്ടണമെങ്കിൽ 30 വർഷം സർവീസും നിർബന്ധമായും വേണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് 5 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി ലീവ് എടുക്കാനും കഴിയില്ല. വിദേശത്തേക്ക് കുടിയേറുന്ന പലരും ലീവ് എടുത്ത് പോകുന്നതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷത്തിലധികം ലീവ് എടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ വരെ ഉത്തരവുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുള്ള നമ്മുടെ കേരള നാട്ടിലാണ് വെറും 2 വർഷം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറിപ്പറ്റി പിന്നീട് വിദേശത്തേക്ക് കുടിയേറുന്നവർ സാമ്പത്തിക ബാധ്യതയാൽ നട്ടം തിരിയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഫുൾ പെൻഷൻ വാങ്ങുന്നത്. ഒരു PSC പരീക്ഷ പോലും എഴുതാതെയാണ് ഇവർ മന്ത്രിയുടെ സ്റ്റാഫിൽ കടന്നുകൂടി പെൻഷൻ വാങ്ങാനായി മാത്രം ജോലി ചെയ്ത് വിദേശത്തേക്ക് മുങ്ങുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് റാങ്കോടെ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചപ്പോൾ 50-ലധികം പേഴ്സണൽ സ്റ്റാഫുകളെ വയ്ക്കുവാൻ അവസരമുണ്ടായി. സാധാ പാർട്ടി പ്രവർത്തകരെയും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെയും ഒഴിവാക്കിയാണ് പലരും കടന്നുകൂടിയെന്ന ആക്ഷേപം അന്നു മുതലേ പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപെടലുകൾ നടന്നുവെന്നും അണിയറയിൽ സംസാരമുണ്ടായിരുന്നു. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് മാണി ഗ്രൂപ്പിന് മന്ത്രി ഉണ്ടായപ്പോൾ ഇടുക്കിയിൽ നിന്ന് ആരെയും തന്നെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ആകെ ഉൾപ്പെടുത്തിയിരുന്ന മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ ജോലി രാജിവെച്ച് പെൻഷനും വാങ്ങി വിദേശത്തേക്ക് കടക്കുന്നത്. ഇതോടെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നോ ഇടുക്കി ജില്ലയിൽ നിന്നോ മാണി ഗ്രൂപ്പിന്റെ മന്ത്രിയുടെ സ്റ്റാഫിൽ ആരുമില്ലാത്ത അവസ്ഥയായി. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അപരിചിതമായ ചില മുഖങ്ങളാണ് മന്ത്രിയുടെ ഓഫീസും മന്ത്രിയെയും നിയന്ത്രിക്കുന്നതെന്ന ആക്ഷേപം സജീവമാണ്. ഇനി ഇലക്ഷന് മന്ത്രിയെ വിജയിപ്പിക്കുവാൻ ഇവരൊക്കെ പണിയെടുക്കട്ടെ എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകരും കുറവല്ല. ഇതിന് സമാനമായ അവസ്ഥയാണ് ചീഫ് വിപ്പായ ജയരാജന്റെ കാഞ്ഞിരപ്പള്ളിയിലും. സാധാരണ പാർട്ടി പ്രവർത്തകരെ ഒഴിവാക്കി CPMന്റെ നോമിനികളെയും പാർട്ടിയുമായി യാതൊരുവിധ ബന്ധമില്ലാത്തവരെയും മറ്റുമാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന ആക്ഷേപം ഉയർന്നു കേൾക്കുന്നു. കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ബിഷപ്പുമാർ പറഞ്ഞ പേരുകൾ പോലും വെട്ടിമാറ്റി ഗൾഫിൽ നിന്നും നൂലുകൾ കെട്ടി ഇറക്കിയവരെ പോലും സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയെന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. അവിടെയും പല സാമ്പത്തിക ഇടപെടലുകളും നടന്നതായി വാർത്തകൾ പറഞ്ഞിരുന്നു. അതിനിടെയാണ് ജയരാജന്റെ ഡ്രൈവറും UK-യിലേക്ക് കടന്നത്. മാണി ഗ്രൂപ്പിന്റെ മന്ത്രിയും MLA-മാരും സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അപ്രാപ്യരായി മാറുന്നു എന്നതിന് തെളിവായി ഇതെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മന്ത്രിയുടെയും ചീഫ് വിപ്പിന്റെയും പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ പോലും ജോലി രാജിവെച്ച് വിദേശത്തേക്ക് കടക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന തോന്നൽ ഉളവാക്കുന്നുണ്ടെന്ന് ഇരു മുന്നണിയിലും ചർച്ചയായിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവർ നാട്ടിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലുള്ളവർ പറയുന്നു. വിദേശത്തേക്ക് പോകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നവരെ ഒഴിവാക്കിയിരുന്നെങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് സ്റ്റാഫിൽ ഇടം നൽകി ശമ്പളവും പെൻഷനും നൽകാൻ കഴിയുമായിരുന്നുവെന്നും അവർ പരിതപിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ലാഭം കൊയ്ത ശേഷം വിദേശത്തേക്ക് കടക്കുന്നവർ ഒരു വോട്ട് ചെയ്യാൻ പോലും ഉണ്ടാവില്ല എന്ന ദുഃഖസത്യം MLA-മാർ മനസ്സിലാക്കണമെന്നും അവർ പറയുന്നുണ്ട്. പിണറായി വിജയനും സംഘവും വിദേശത്തേക്ക് പോകുന്നത് പോലെ മന്ത്രിയുടെയും ചീഫ് വിപ്പിന്റെയും പേഴ്സണൽ സ്റ്റാഫുകൾ വിദേശത്തേക്ക് പോകുന്നത് പല സാമ്പത്തിക ഇടപെടലുകളും മറയ്ക്കുന്നതിനും വിദേശത്തെ സാഹചര്യം ഒരുക്കുന്നതിനും വേണ്ടിയാണെന്ന ആക്ഷേപവും ജനങ്ങളുടെ ഇടയിലുണ്ട്. പലർക്കും വിദേശത്തെ നിക്ഷേപവും ബിസിനസ്സും ഉള്ളതായി പാർട്ടി പ്രവർത്തകർ തന്നെ സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുമ്പോൾ യാതൊരു ടെസ്റ്റും പാസ്സാകാതെ വെറും 2 വർഷം മന്ത്രിയുടെ സ്റ്റാഫിൽ ഇടം നേടിയിട്ട് വിദേശത്ത് പോയിരുന്ന കേരള സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്നത് ധാർമ്മികമായോ നിയമപരമായോ ശരിയല്ല. ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കുന്ന രാഷ്ട്രീയക്കാരെ ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാട്ടേണ്ട മാധ്യമധർമ്മമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. കേരളത്തിലെ പാവപ്പെട്ട നികുതിദായകരെ വിദേശത്തിരുന്ന് ഊറ്റിക്കുടിക്കുന്ന ഇത്തരക്കാർക്കെതിരെ കേരള മനസാക്ഷി ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ നാടുവിട്ടു പോകുന്നവർക്ക് നാട്ടിൽ പെൻഷൻ ലഭിക്കാതിരിക്കുന്നതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാർ ചെയ്യേണ്ടത്.